സ്റ്റേഷനിലേക്കാണ്. ഏത് സ്റ്റേഷനിലേക്കാ? പോലീസ് സ്റ്റേഷനിലേക്കാണ്. റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്രയിൽ പോലീസ് പിടിച്ചൊന്നുമല്ല കാര്യം. അവിടെ ഒരു വിശേഷമുണ്ട് എന്നാണ് മിഥില ബാലൻ പറയുന്നത്. അവിടെ ഒരു ഉഗ്രൻ കൃഷിത്തോട്ടമുണ്ട്. എവിടെ? പോലീസ് സ്റ്റേഷനകത്ത്, അവിടുത്തെ പറമ്പിൽ. ആ തോട്ടം ഒന്ന് കാണണ്ടേ? അപ്പോൾ മിഥിലയുടെ കൂടെ നേരെ പോവാം കോഴിക്കോട്ടേക്ക്. കൃഷിയാണ് ഇന്നത്തെ വിഷയം. വ്യത്യസ്തമായ കൃഷി, വ്യത്യസ്തരായ കർഷകർ. അത്തരമൊരു കൃഷി തേടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത്. അങ്ങനെ കൃഷി അന്വേഷിച്ചെത്തിയത് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. പോലീസ് സ്റ്റേഷനും കൃഷിയും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കൃഷിയിടം. ഇവരൊക്കെയാണ് ഈ കൃഷിയിടത്തിലെ കർഷകർ. പോലീസ് സ്റ്റേഷൻ പറമ്പിൽ കാട് മൂടിക്കിടന്ന സ്ഥലം. ആ സ്ഥലത്താണ് ചെണ്ടുമല്ലിപ്പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. സ്ഥലം വൃത്തിയാക്കി കൃഷിയൊരുക്കിയത് പോലീസുകാർ തന്നെയാണ്. ജൂൺ 21 വിത്തിട്ടത്. സിറ്റി പരിധിയിൽ തിരക്കുള്ള സ്റ്റേഷനാണ് ചെമ്മങ്ങാട്. ആ ജോലി തിരക്കിനിടെ വീണു കിട്ടുന്ന സമയത്ത് ഇവർ ഓടിയെത്തും. മഴ ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് കൃഷി നടത്തിയത്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കിടയിൽ കിട്ടുന്ന ഒഴിവുകൾ എല്ലാവരും അവരുടേതായ പങ്ക് വഹിച്ചതിനെ കൊണ്ട് മാത്രമാണ് ഇത് ഈ രീതിയിലായി മാറിയത്. ഇതിവിടെ കാട് പിടിച്ച് പാമ്പും മറ്റുപോലുള്ള സാധനങ്ങളൊക്കെ നിന്നൊരു ഭൂമിയായിരുന്നു. നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും സഹായിച്ചതിനെ കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലായത്. ഏകദേശം ജൂൺ 21 ഞങ്ങൾ ഇതിൻ്റെ കൃഷി ഇറക്കി. ഇപ്പോൾ ഏകദേശം 2.5 മാസമായി. അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത് വെച്ചാൽ അങ്ങനെ ഓരോരുത്തർ നനച്ചും അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. അല്ല ഇതിനായിട്ടൊരു പ്രത്യേക സമയം മാറ്റി വെക്കുക അങ്ങനെയൊന്നുമില്ല. കിട്ടുന്ന സമയങ്ങൾ അത് ഡ്യൂട്ടിക്ക് ഇടയിൽ കിട്ടുന്നതാണെങ്കിലും അതിനുശേഷം കിട്ടുന്നതാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഞങ്ങൾ ഓഫീസർമാരൊക്കെ നമുക്ക് കൃഷി ചെയ്യാന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഓണാണ് വരുന്നതിലൊരു മാറി ചിന്തിച്ചിട്ട് ഒന്ന് നടപ്പിലാക്കി നോക്കിയതാണത്. ഷിജു വി, സിബീഷ് എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. നല്ലൊരു ആനന്ദകരമായിട്ട് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു സന്തോഷം പകരുന്ന ഒരു സംഭവമാണിത്. പോലീസുകാരെന്നെ ചെയ്തതാണ്, ട്രാക്ടർ ഉപയോഗിച്ച് ചെയ്തതും പോലീസുകാർ കഷ്ടപ്പെട്ടിട്ടാണ്. ഷിജുവും സിബീഷാണ് കൂടുതലും വർക്ക് ചെയ്തത്. നമ്മളൊക്കെ പുറകിലുണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഡ്യൂട്ടിയിലിടക്ക് ചില സമയങ്ങളിൽ ചില റെസ്റ്റ് സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം ഇത്. ഒരു പരീക്ഷണമായിട്ടാണ് പൂക്കൃഷി നടത്തിയത്. അത് വിജയിച്ചതിലുള്ള സന്തോഷം ഈ പോലീസുകാർക്കെല്ലാം ഉണ്ട്. അത്തത്തോടടുത്ത് വിളവെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒത്തിരി തിരക്കുള്ള, ടെൻഷനുള്ള ജോലി ചെയ്യുന്നവരാണ് പോലീസുകാർ. ആ തിരക്കിനിടയിലാണ് ഇങ്ങനെ കൃഷിക്കായി സമയം മാറ്റിവെക്കുന്നത്. മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. അപ്പോൾ കൃഷിപാഠത്തിൻ്റെ എന്താണ് പറയുക, കൃഷിയുടെ പാഠങ്ങൾ കൂടി പഠിപ്പിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ പൂർത്തിയാവുമ്പോൾ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. യാത്ര ചെയ്യാൻ ഇനിയും ഒരുപാട് ഇടങ്ങളുണ്ട്, പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പരിചയപ്പെടാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിലൊക്കെ നാളത്തേക്ക് വരാം. ഇന്ന് തൽക്കാലം മതിയാക്കുന്നു.